അവസാന നിമിഷം ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുകയല്ല, അവസാന നിമിഷം ഏറ്റവും ഊർജ്ജസ്വലമായി പണിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ടോപ്പ് എക്സ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പിലേക്ക് BFO ബീറ്റ് ഫോറസ്റ്റ് എക്സാം വരികയാണ്. ഈ അവസാന നിമിഷങ്ങളിൽ, അവസാന മാസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം മക്കളെ. പ്രയോറിറ്റി ടോപ്പിക്കുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കുക എന്നത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ് പോലെയുള്ള എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന വളരെ കുറച്ച് മാത്രമുള്ള ടോപ്പിക്കുകൾ പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചു തീർക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും മനോഹരമായി നമുക്ക് പഠിക്കാം. 5 സെക്കൻഡിൻ്റെ ട്രിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അത്തരം ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. വലിയ ആയാസം ഒന്നും കൂടാതെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കൂടെ പോരെ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കേ. ഇവിടെ നമുക്ക് ഒരു കൂട്ടം എന്താ പറയുക മിശ്ര ഭിന്നങ്ങളെ കൂട്ടാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 1/2 പ്ലസ് 3 1/3 പ്ലസ് 4 1/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ ഈ മിശ്ര ഭിന്നത്തെ എന്താ പറയുക നോർമൽ ഫ്രാക്ഷൻ ആക്കാനൊന്നും പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള സംഖ്യകളുടെ ഭാഗമില്ലേ, ഇതിനെ സംഖ്യാഭാഗം എന്ന് പറയാം. അതായത് സംഖ്യകൾ, നമ്പർ മാത്രമുള്ള ഭാഗം സംഖ്യാഭാഗം. ഇതാണ് എന്ത്? ഭിന്ന സംഖ്യയുള്ള ഭാഗം, അത് ഭിന്ന സംഖ്യാഭാഗം. അപ്പോൾ ഇവിടുത്തെ സംഖ്യകളെ നിങ്ങൾ എടുക്കുക. ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ എല്ലാം കൂട്ടാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ സംഖ്യകളെ എല്ലാം ആദ്യം കൂട്ടുക. 2 3 4 കൂട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇനി ആ ഭിന്നങ്ങളെ എടുക്കുക. 1/2 1/3 1/4 അവന്മാരെ എല്ലാം കൂടെ എന്ത് ചെയ്യടാ? അങ്ങ് കൂട്ടുക. ഇതിനെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 3 2 5 5 4 9. ഇവിടെ നമുക്ക് കൂട്ടണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് തുല്യമായിരിക്കണം. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും കൂടെ LCM ലസാഗു എടുക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കൂട്ടത്തിലെ വലിയ സംഖ്യ എടുക്കാം. ഈ വലിയ സംഖ്യയുടെ ഗുണനപ്പട്ടികയിൽ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്ന 3ൻ്റെയും 2ൻ്റെയും ഗുണിതങ്ങളാണ് അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ 4ൻ്റെയും ഗുണനപ്പട്ടിക ഒന്ന് നോക്കടാ. 8. 4 × 1 4. 4 എന്ന് പറയുന്നത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, എന്നാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം 4 അല്ല നമ്മുടെ LCM. ഇനി അടുത്ത ഗുണനം നോക്കുക. 4ൻ്റെ അടുത്ത ഗുണനം 8 ആണ്. 8നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കുക. 8നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് പറ്റുമോ? ഇല്ല. അടുത്തേതാണ് 12. 12 എടുക്കുമ്പം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ LCM. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3 സംഖ്യകളെയും എന്താക്കി മാറ്റണം? ഈ 2നെയും 3നെയും 4നെയും 12 ആക്കി മാറ്റണം. 2നെ 12 ആക്കാൻ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം. അതേ 6 ഇവിടെ അംശത്തിലും കൊടുക്കുക. അടിയിൽ കൊടുക്കുന്ന എന്തായാലും അത് മുകളിലും കൂടെ കൊടുത്തേക്കുക. അപ്പം 3 12 ആവണി എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അതേ 4 ഇവിടെയും കൊടുത്തേക്കുക. 4 12 ആവണി 3 കൊണ്ട് ഗുണിക്കണം. അതേ 3 ഇവിടെയും കൊടുത്തേക്കുക. അപ്പോൾ എന്താണ് ബാക്കി വരുന്നത്? ഇത് 6 എന്നാകും. 6/12 അധികം 4/12 അധികം 3/12 എന്നാകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 9. നമുക്കറിയാം ഛേദം തുല്യമാണെങ്കിൽ അവയുടെ അംശങ്ങൾ മാത്രം കൂട്ടിയാൽ മതി. 6 4 10 10 3 13/12. അപ്പം നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് 9 13/12 ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും എന്ത് കാണില്ല, ഇവിടെ ഓപ്ഷനിൽ കാണുന്നില്ല. അത് കണ്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കരുത്. ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ ഇതിനെ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് അല്ലേ? അതായത് 12 × 9 ചെയ്യുമ്പോൾ 108 കിട്ടുന്നു. 108ൻ്റെ കൂടെ 13 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 121 എന്ന് വരും. അപ്പം 121/12. 121നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 1 തവണ 12, പിന്നെ 1 ഇറക്കി എഴുതി. ഇത് അടങ്ങുമോ? ഇല്ല. അപ്പോൾ ഇവിടെ 10. അപ്പോൾ അതായത് ഇത് എഴുതുന്നത് എങ്ങനെയാണ്? നോക്കുക. ഈ 13/12നെ മാത്രം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആ 9 അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. 9 എഴുതി 13/12നെ എങ്ങനെ എഴുതുന്നു? ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? 1 ശിഷ്ടം അല്ലേ? അതായത് അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. 10 9 അല്ല 9 അവിടെ ഇല്ല. 9 അവിടെ ഇല്ല. 9 നമ്മൾ ഓൾറെഡി എടുത്തല്ലോ അല്ലേ? നമുക്കിതിനെ എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിനെ വേറൊരു ട്രിക്ക് പറഞ്ഞാൽ ഇത്രയൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ആ മെത്തേഡ് ചെയ്താലും ആൻസർ കിട്ടും. നിങ്ങൾ ഇപ്പം അത്രയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. 9 13/12 അല്ലേ? ഈ 13നെ 12 കൊണ്ട് ഹരിക്കുക. 13നെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. 1 തവണ 12 ശിഷ്ടം 1. അതായത് എന്താ വരുന്നത്? 9
എന്ത് വരും? 1/12 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടുക. ഈ സംഖ്യകൾ, രണ്ട് സംഖ്യ ഭാഗമില്ല, അത് രണ്ടും കൂടെ കൂട്ടുക. 9 1 എത്രയാണ്? 10. 10 1/12 എന്ന് വരും. നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇനി ഇതൊന്നും ചെയ്യണ്ട, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 9 13/12 കിട്ടുന്നു. ഛേദത്തിൽ 12 വരുന്ന ഒരേ ഒരു സംഖ്യ ഇവിടെ ഉള്ളൂ. ഛേദം ഒരിക്കലും എന്താവില്ല, മാറി മാറി കളിക്കില്ല. അപ്പോൾ ഛേദത്തിൽ 12 വരുന്ന ഒരേ ഒരു സംഖ്യയുള്ളൂ. അത് അങ്ങനെ നോക്കി നിങ്ങൾക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് ഉത്തരമെന്ന് പറയാം. അപ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വഴി പോകണമെന്നാണോ ആഗ്രഹം, ആ വഴി എന്ത് ചെയ്യുക. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ ആണല്ലോ, സെറ്റാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എക്സ്പോണൻറ്റിൻ്റെ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. എക്സ്പോണൻറ്റിൻ്റെ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, കൃത്യംഗങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ആശയം. ഇത് PSCക്ക് ഈയിടെയായി ഏറെ പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കൃത്യംഗം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. a⁻m എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കണം. a⁻m × n. ഓക്കെ ആണല്ലോ. തിരിച്ച് അങ്ങനെ തന്നെ. ഇനി മറ്റൊന്ന് a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? ഇനി a⁻m a⁻n ആയാൽ m-ൻ്റെ വാല്യൂ n തന്നെയായിരിക്കും. m-ഉം n-ഉം തുല്യമായിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 100ൻ്റെ ക്യൂബിനെ എനിക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിക്കേ, ഇവിടെ 10⁻x അപ്പോൾ ഇതിനെയും 10ൻ്റെ പവർ ആക്കുക, ഇതിനെയും 10ൻ്റെ പവർ ആക്കുക. അപ്പോൾ 100ന് എനിക്ക് എങ്ങനെ എഴുതാം? 10ൻ്റെ സ്ക്വയർ ⁻3. ഇത് രണ്ടും കൂടെ ഗുണിക്കാം അല്ലേ ചെയ്യേണ്ടത്? a⁻m × a⁻m അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? 10⁻6 എന്ന് വരും. ഇനി 1000⁵5 എന്ന് പറഞ്ഞാൽ 10⁻3 എന്ന് എഴുതാം 1000-നെ അല്ലേ? അത് ⁻5. ഇത് എത്ര വരും? 10⁻5 3 കൂടെ ഗുണിക്കുമ്പോൾ 15 എന്ന് വരും. ഇപ്പോൾ നമുക്ക് എന്താ ആയത്? 10⁻6 × 10⁻15 = 10⁻x. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? a⁻m+n. അപ്പോൾ 10⁻6 5 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 21 എന്ന് വരും. = 10⁻x. a⁻m ബേസ് തുല്യമാണെങ്കിൽ, ഇതാണ് ബേസ് എന്ന് പറഞ്ഞത്, ഇവിടെ രണ്ടും 10 ആണ്. അങ്ങനെയാണെങ്കിൽ പവറും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 21 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. എല്ലാവർക്കും ആ ആശയം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുക? 1 2 3 കൃത്യംഗങ്ങളുടെ 3 നിയമങ്ങൾ ഇവിടെ തന്നെ പഠിച്ച് സെറ്റാകുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരി, നോക്കിക്കേ. ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം എന്ന് പറയുമ്പോൾ a15 എന്ന് പറയുന്നത് 35ഉം a35 പദം എന്ന് പറയുന്നത് 15ഉം. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്തത് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? a15 35ഉം a35 15ഉം ആയാൽ പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കോമൺ ഡിഫറൻസ് d ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു സമാന്തര ശ്രേണിയുടെ mth പദം n-ഉം m-ആം പദം, ഓക്കെ ആണല്ലോ, mth പദം m-ആം പദം n-ഉം അതുപോലെ n-ആം പദം m-ഉമായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ പൊതുവ്യത്യാസമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും പോകണ്ട, എപ്പോഴും -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് -1 എന്ന് പറയാം. ഓപ്ഷൻ സി ആയിരിക്കും. ഇനി അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് കാണിച്ചു തരികയാണ്. മനസ്സിലായവർ അത് വിട്ടോ. an എന്ന് പറയുന്നത് എന്താണ് സൂത്രവാക്യം? a+n−1 × d അല്ലേ? അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? a15 എന്ന് പറയുന്നത് 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. a15 എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് ഇതിൻ്റെ അകത്ത് n-ൻ്റെ സ്ഥാനത്ത് എന്തിടുക? ഈ 15 ഇടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 15 നിന്ന് പോയാൽ 14d എന്ന് പറയുന്നത് 35 ആണ്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? a35 എന്ന് പറഞ്ഞാൽ 15 ആണ്. a35 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ഇനി a35 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഈ സൂത്രവാക്യത്തിൽ n-ൻ്റെ സ്ഥാനത്ത് 35 ഇട്ട് കൊടുത്താൽ a പ്ലസ് 34d എന്ന് പറയുന്നത് എന്തായി മാറും? 15 ആയി മാറും. ഇനി എന്താ ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ കുറയ്ക്കുകയാണ്. a - a 0 ആയി പോകും. 14d - 34d എന്ന് പറഞ്ഞാൽ
മൈനസ് 20d എന്ന് വരും. 35 എന്ന് 15 പോയാൽ 20 എന്ന് വരും. d എന്ന് പറഞ്ഞാൽ 20, ഈ 20ന് ഇപ്പുറത്തേക്ക് എടുക്കുന്നു, 20/-20 ആയിട്ടുള്ള -1 എന്ന് വരും. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട, ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നാണ്. ഇത്രയേ ഉള്ളൂ. ഒരു സമാന്തര ശ്രേണിയുടെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സമാന്തര ശ്രേണിയുടെ m-ആം പദം n-ഉം n-ആം പദം m-ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം എപ്പോഴും എന്നും -1 ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ ആണല്ലോ. എയുടെ 30% ബിയുടെ 20% തുല്യമാണ്. അങ്ങനെയെങ്കിൽ a+b=ab-a കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിയേണ്ട രണ്ട് ബേസിക് കാര്യങ്ങൾ. a:b എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? a/b എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി എയുടെ 30% എന്ന് പറഞ്ഞാൽ a × 30%, ബിയുടെ 20% എന്ന് പറഞ്ഞാൽ b × 20% എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. a × 30/100 = b × 20/100 എന്ന് വരും. രണ്ട് സ്ഥലത്തുനിന്നും എന്ത് വെട്ടിപ്പോകുന്നു? 100ഉം 100ഉം വെട്ടിപ്പോകും, ഒരു 0 വെട്ടിപ്പോകും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? a × 3 3a എന്നാവും, b × 2 എന്താവും? 2b എന്നാവും. ഇനി ഈ bനെ ഇങ്ങോട്ടെടുക്കുന്നു, ഈ 3നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ a/b എന്ന് പറയുന്നത് എന്തായി മാറും മക്കളെ? 2/3 എന്നാവും. ഇതിൽ നിന്നും എന്ത് പറയാം? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം b എന്നാൽ 3ഉം ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അതായത് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ m/n = r/s ആയാൽ m-ൻ്റെ വാല്യൂ അംശങ്ങളും അതുപോലെ ഛേദങ്ങളും തുല്യമായിരിക്കും. m-ഉം r-ഉം തുല്യമായിരിക്കും, n-ഉം s-ഉം തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആശയം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാക്കിയുള്ളത് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? a+b വേണം. a+b എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്ക് പിന്നെ എന്ത് വേണം? b-a വേണം. എന്ന് പറഞ്ഞാൽ 3ൽ നിന്നും 2 പോയിട്ടുള്ള 1. നമുക്ക് എന്താണ് വേണ്ടത്? a+b = b-a ആണ്. എന്ന് പറഞ്ഞാൽ 5 ആണ്. 5:1 എന്ന് വരുന്നു. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളുടെ ആൻസർ. മാറിപ്പോകരുത്. ഇവിടെ 1:5 എന്ന ഉത്തരവും ചോദ്യത്തിലുണ്ട്. അപ്പോൾ ആ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ഓർക്കുക? ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതയാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയി? വ്യക്തമായിട്ട് മനസ്സിലായി? ഇനി ഇത്രയും സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ശതമാനവും വെട്ടാം. ഓക്കെ ആണല്ലോ. പിന്നെ ഈ 0 വെട്ടാം. എന്നിട്ട് 3 × a = 2 × b എന്ന് എഴുതി a എന്നാൽ 2 ആണ്, b എന്നാൽ 3 ആണ് എന്നുള്ളത് മനസ്സിലാക്കി അവിടെ നിന്ന് തന്നെ ഒറ്റയടിക്ക് ചെയ്യാനും പറ്റും. ഓക്കെ ആണല്ലോ. സ്റ്റെപ്പുകൾ എഴുതി സമയം കളയണ്ട. ഇവിടെ സ്റ്റെപ്പുകൾ എഴുതുന്ന രീതിയല്ല, ഫൈനൽ ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ? അവസാനം മുൻഗണനയിൽ വരുന്നുള്ളൂ. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നോക്കുക, എന്താണ് പറയുന്നത്? ബോംബെ എന്ന വാക്ക് എന്ന് പറയുന്നത് എന്താണ്? 52 ആയാൽ നമ്മളോട് ചോദിക്കുന്നു ഡൽഹി എന്ന വാക്ക് ഏത് അക്കത്തിന് തുല്യമാണ്? അപ്പോൾ ഈ ബോംബെ, അപ്പോൾ അക്കങ്ങൾ ഒരു വാക്ക്, ഒരു വേർഡ് നമ്പറുമായി, ഒരു വാക്ക് അക്കവുമായി ബന്ധം വന്നാൽ അതത് സ്ഥാനത്തിൻ്റെ വില എഴുതുക. ബി എന്ന് പറയുന്നതാണ് 2ാം സ്ഥാനത്താണ്. ഒ എന്ന് പറയുന്നത് എന്താണ്? 15ാം സ്ഥാനത്താണ്. എം എന്ന് പറയുന്നത് 13ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്താണ്. ബി 1ാം സ്ഥാനത്താണ്. വൈ എന്ന് പറയുന്നത് എത്രാം സ്ഥാനത്താണടാ? 25ാം സ്ഥാനത്താണ്. ഇനി എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. 2ഉം 13ഉം 15, 15ഉം 15ഉം 30, 30ഉം 20ഉം 50, 50ഉം 8ഉം 58 എന്നാണ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്നത്. 58 എങ്ങനെ 52 ആയി? 5 പോയിട്ട് അല്ലേ? 5 പോയിട്ട് 6 പോയിട്ട് അല്ലേ? 58ൽ നിന്നും 6 പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് 52ലേക്ക് എത്തുക. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4, 5, 6. ഈ ബോംബെയിൽ എത്ര അക്കങ്ങളുണ്ട്? 6 ലെറ്ററുകളുണ്ട്. 6 ലെറ്ററുണ്ട്. അപ്പം ഈ സംഖ്യകളെല്ലാം കൂട്ടി ഇതിൻ്റെ അകത്തുള്ള ലെറ്ററിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയുന്നത് ഇത് കിട്ടും. അപ്പോൾ ഡി എന്നാൽ നിങ്ങൾക്കറിയാം 4 ആണ്, ഇ എന്നാൽ 5 ആണ്, എൽ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്, എച്ച് എന്നാൽ 8 ആണ്, ഐ എന്നാൽ 20 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതും കൂടെ എത്ര വരുന്നു? ഐ എന്നാൽ 9 അല്ലേ? ഐ എന്നാൽ 9, ടി അല്ലേ 20, ഐ എന്നാൽ 9. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 20 വരും. 5 4 9, 9 9ഉം 18, 18ഉം 20ഉം എത്ര വരുന്നടാ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 38 വരും. ഇനി ഇത് എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5. അപ്പം 38ൽ നിന്നും 5
1 2 3 4 5 38 നിന്നും 5 കുറച്ചിട്ട് എത്രയാണ് വരുന്നത്? 33 എന്ന് നമ്മുടെ ഉത്തരം വരും. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. എല്ലാം ക്ലിയർ ആണ്. ഡി എന്നാൽ 4 ആണ്, ഇ എന്നാൽ 5 ആണ്, എൽ എന്നാൽ എത്രയാണ്? 12 ആണ്. ഇനി എച്ച് എന്നാൽ 8 ആണ്, ഐ എന്നാൽ 9 ആണ്. കൂട്ടുമ്പോൾ 12ഉം 8ഉം കൂടെ 20 വരും. 5 4 9 9 9 18 18 20 38 നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 33 എന്ന ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് അങ്ങനെയുള്ള കോഡിംഗ് ഒക്കെ വരുമ്പോൾ, റീസണിങ്ങിൻ്റെ ചോദ്യം വരുമ്പോൾ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഇതൊന്നും കാണാതെ പഠിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. ഇതിങ്ങനെയൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ യുക്തിബോധം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഉത്തരങ്ങളാണ് ഇതൊക്കെ. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ റാങ്ക് മേക്കിങ്ങിൻ്റെ രീതിയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ ചോദ്യം ചെയ്യാൻ 2 രീതിയുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 മാസത്തേക്കുള്ള പലിശ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ള വാക്യം PNR ഡിവൈഡഡ് ബൈ 100 എന്നതാണ്. പി എന്നാൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, മുതൽ എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതോ കടമെടുത്തതോ മുതൽ പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ. ഇനി എൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്, വർഷത്തിൻ്റെ എണ്ണം. ആർ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്, പലിശയുടെ ശതമാനമാണ്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പി എന്നാൽ 6000 ആണ്. ഓക്കെ. ഇനി ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 10 മാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാസത്തിനെ വർഷമാക്കണം. മാസത്തിനെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? 10/12 എന്ന് വരുന്നു. ഇനി 6 എന്ന് പറഞ്ഞാൽ 6%. 6 എന്ന് പറഞ്ഞാൽ 6%. അതെന്ത് വരും? 6/100 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ല. അതിനെ എന്തുകൊണ്ട് ചെയ്യുക? ഒരു 1/100 കൊണ്ട് ഗുണിക്കുക. അതാണ് ഈ സാധനം. അതായത് ഇതിന് ഇങ്ങനെ കൂടെ എഴുതാട്ടോ. PNR ഇൻറ്റു 1/100 എന്നും കൂടെ വേണമെങ്കിൽ എഴുതാം. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? 2 0 ഇവിടെ പോയി, 1 0 പോയി, 1 0 പോയി, 2 0 ഇവിടെ പോയി, 2 0 ഇവിടെയും പോയി. ഓക്കെ ആണല്ലോ? വ്യക്തമാണ്. ഇനി ഇതും കൂടെ പോകുന്നു. അവിടെ എത്ര വരും? ഇവിടെ 2 എന്ന് വരും. ഇനി ഇതും കൂടെ പോകുന്നു. ഇവിടെ എത്ര വരുന്നു? ഇവിടെ ഇവിടെ എത്ര വരുന്നു? 3 എന്ന് വരുന്നു. ഓക്കെ. 6 എന്ന് പറയുമ്പോൾ ശതമാനം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഇവിടെ 1/100 എന്നുള്ളത് എടുക്കണ്ട, കാരണം ഓൾറെഡി നമ്മളത് അവിടെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ പറയാം കേട്ടോ. ഇവിടെ ഇങ്ങനെ പറയാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ പറയാം. PNR 6 എന്ന് പറയുന്ന 6% എടുക്കേണ്ട, 6 എടുത്താൽ മതി. 100 ഓൾറെഡി നമ്മുടെ സൂത്രവാക്യത്തിൽ വന്നുകൊണ്ട്. അപ്പോൾ എന്താണ്? 6000 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 10/12 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 ആണ്, ബൈ ഈ 100നെയാണ് ഇവിടെ തന്നെ ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ ഒരു 0 വെട്ടിപ്പോയി, ഇവിടെ ഒരു 0 പോയി, ഇതും കൂടെ പോകുന്നു, ഇവിടെ 2 ആകുന്നു. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ ഒരു 0 പോയി, ഇവിടെ ഒരു 0 പോയി, ഈ 600 പാതി 300 എന്ന് വരും. അപ്പം നമുക്ക് 10 മാസത്തേക്ക് കിട്ടുന്നത് 300 രൂപയായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, ഈ 6000ൻ്റെ ഇതല്ല എങ്കിൽ ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കാണിച്ചു തരാം. 6000ൻ്റെ 6% കാണണം. 6000ൻ്റെ 1% എന്ന് പറയാൻ 2 0 കളയുക. എത്രയാണല്ലോ? 2 0 കളയുന്നു. 2 0 കളയുമ്പോൾ 60 എന്ന് കിട്ടും. ഇനി 6000ൻ്റെ 6% എന്ന് പറയാം. 6000ൻ്റെ 1%. 6000ൻ്റെ 1% എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 6000ൻ്റെ 6% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60നെ 6 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അതായത് 360 എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു വർഷം കിട്ടുന്നത് 360 രൂപയാണ്. ഇനി 10 മാസം എന്ന് പറയുമ്പോൾ 10 മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/12 വർഷമാണ്. അത്രയും നാളത്തേക്ക് എത്ര കിട്ടുന്നത് നമുക്കറിയണ്ടേ? അപ്പോൾ ഇൻറ്റു 10/12 ചെയ്യുന്നു. അപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശേനെ 10 മാസം കിട്ടുന്ന എന്താക്കണം? 10 മാസം. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഒരു മാസം ഇവിടെ 10 മാസത്തിനെ വർഷത്തിലേക്ക് ആക്കിയിട്ട് ഈ 360 കൊണ്ട് ഗുണിക്കുക. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇവിടെ വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 30 എന്ന് വരും. 30 × 10 300 എന്നാവും. അപ്പോൾ ഒരു വർഷം കിട്ടുന്നതാണ് എത്ര? 360. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
ഒരു വർഷം അദ്ദേഹത്തിന് കിട്ടുന്നത് 360 രൂപ പലിശയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം എത്രയായിരിക്കും? ഈ 360നെ വർഷത്തിൻ്റെ എണ്ണം കൊണ്ട് 12 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര കിട്ടും? ഒരു മാസം കിട്ടുന്നത് 30 രൂപയായിരിക്കും. ഒരു മാസം 30 രൂപയാണെങ്കിൽ 10 മാസം എത്ര രൂപയായിരിക്കും ഇടാ? 30 × 10 ആയിട്ടുള്ള 300. കണ്ടോ, ഇത് പല വഴികൾ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ പലിശ എന്ന് പറയുന്ന ആശയം ഒറ്റ ഫോർമുലയിൽ ഒതുങ്ങി നിൽക്കുന്നതോ ഒറ്റ കോൺസെപ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട രീതി, നിങ്ങൾക്ക് ഏത് വഴിയാണോ ഇഷ്ടം ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സഞ്ചരിച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ബന്ധമില്ലാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തുമ്പോൾ ബാക്കി മൂന്ന് പേർക്ക് പൊതുവായിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? ഫാക്റ്റ് കണ്ടുപിടിക്കണം. ബാക്കി 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഫാക്റ്റ് കണ്ടുപിടിക്കണം. അത് ഫോളോ ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെയാണ് ഒറ്റയാണെന്ന് പറയുക. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി 225 625 കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 225 എന്ന് പറഞ്ഞാൽ 15ൻ്റെ സ്ക്വയറാണ്, 625 എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയറാണ്, 361 എന്ന് പറഞ്ഞാൽ 19ൻ്റെ സ്ക്വയറാണ് അല്ലേ? 19ൻ്റെ സ്ക്വയർ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു സൂത്രവാക്യം കാണിച്ചു തരാം. ഏതൊരു 2 അക്കത്തിൻ്റെ സ്ക്വയർ കാണാനും ഇങ്ങനെ എഴുതുന്നു. 9ൻ്റെ സ്ക്വയർ എഴുതുക 81. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. ഒരു 0 കൂടെ ഇപ്പോൾ ഇട്ടേക്കുക, 0 1 ഇട്ടു. ഇനി 1ഉം 9ഉം 2ഉം കൂടെ ഗുണിക്കാം. 1 × 9 9, 9 × 2 18. അത് ഇവിടെ നിന്ന് ഒരു സ്ഥാനം മാറ്റി ആ 18 ഇവിടെ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. ഇവിടെ എത്ര വരും? 1 വരും. 8 8 16 ശിഷ്ടം 1 361 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒറ്റയാനായിട്ട് നിൽക്കുന്ന ആരായിരിക്കും? 391 ആയിരിക്കും. അതായത് ബാക്കി 3ഉം എന്താണ് മക്കളെ? പൂർണ്ണവർഗങ്ങളായതുകൊണ്ടാണ് 391 എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോയത്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രിക്ക് ഇറങ്ങും എന്നാണ്. അപ്പോൾ ഒരു മിനിറ്റ് സൂചി എത്ര ഡിഗ്രി പോകും? 6 ഡിഗ്രി തിരിയും. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി എന്ത് ചെയ്യുന്നു? തിരിയുന്നു. അങ്ങനെയെങ്കിൽ 40 മിനിറ്റിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 6 ഡിഗ്രി × 40 ആയിട്ടുള്ള 240 ഡിഗ്രി തിരിയും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഉത്തരം എന്ന് പറയുന്നത് 240 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പം ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 60 ഡിഗ്രി തിരിയുന്നു. അപ്പം 40 മിനിറ്റിൽ 6 × 40 ആയിട്ടുള്ള 240 ഡിഗ്രി തിരിയുന്നു. വ്യക്തമായിട്ട് മനസ്സിലായി. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ റെസിപ്രോക്കലിനെയാണ് വ്യുൽക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യ അതിന് എക്സ് എന്ന് എടുക്കുന്നു. അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. വ്യുൽക്രമം എന്ന് പറയും, എക്സിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/x ആണ്. അതിൻ്റെ 16 മടങ്ങെന്ന് പറയുമ്പോൾ 16 × 1/x ആണ്. എങ്കിൽ ആ സംഖ്യ ഏതെന്നുള്ളതാണ് ചോദ്യം. എടാ, ഈ എക്സിനെ ഇപ്പുറത്തേക്ക് എടുക്കാലോ. എന്ത് വരും? ഒരു സൈഡിൽ ഹരിച്ചിരിക്കുന്നത് സമവാക്യത്തിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ എന്താവും? ഗുണനമായി മാറും. x × x = 16 എന്നാവും. x × x എന്ന് പറഞ്ഞാൽ x² = 16. x² എന്ന് പറഞ്ഞാൽ 16 വരണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 4ൻ്റെ സ്ക്വയർ അല്ലേ 16. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 ആയിരിക്കും എന്ത്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞത് കൊണ്ട് 4 ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. കാരണം ജസ്റ്റ് ഒന്ന് പറയാണ്, ഒരു സംഖ്യയുടെ സ്ക്വയർ കാണുമ്പോൾ 16 ഇപ്പോൾ 16 x² 16 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയാൻ എത്രയായിരിക്കും? √16 ആണ്. അത് 2 എണ്ണം വരും. 4ഉം -4ഉം വരും. കാരണം 4ൻ്റെ സ്ക്വയറും 16 ആണ്. -4ൻ്റെ സ്ക്വയർ എടുത്താലും 16 ആണ് വരുന്നത്. എന്നാൽ നമ്മളോട് ഇവിടെ എന്തെന്ന് പറയുന്നുണ്ട്? ചോദ്യത്തിൽ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൽ എണ്ണൽ സംഖ്യ ഏതാണ്? 4 മാത്രമാണ്. അത് മാത്രമാണ് നമ്മൾ ഉത്തരമായിട്ട്, നമുക്ക് ആവശ്യമുള്ള ഉത്തരമായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കുക. ഇത് എല്ലാവരും ഭയങ്കര എന്തോ വലിയ മലമറിക്കണ ചോദ്യമായിട്ട് കാണും. അപ്പം ഒരു സംഖ്യയുടെ പവർ കാണുന്നു. അതായത് ഇതാ നോക്കുക, 0 1 5 6 ഈ സംഖ്യയിൽ അവസാനിക്കുന്ന ഈ സംഖ്യ, അതായത് ഒരു സംഖ്യയുടെ ഒറ്റ അക്ക, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 6⁻15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 1 5 6 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ ഏത് പവർ എടുത്താലും, ഇപ്പം നോക്കുക,
അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഒരു സംഖ്യയുടെ നമ്മളൊരു സംഖ്യയുടെ പവർ എടുക്കുന്നു, ഓക്കെ ആണല്ലോ. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 1, 5, 6 തന്നെയായിരിക്കും. 0 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണെങ്കിൽ അതിൻ്റെ പവർ കണ്ടിട്ട് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 തന്നെയായിരിക്കും. 1 ആണെങ്കിൽ 1 ആയിരിക്കും. 5 ആണെങ്കിൽ 5 തന്നെയായിരിക്കും. 6 ആണെങ്കിൽ 6 തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 6:15 ഏത് പവർ ആയിക്കോട്ടെ 6 ആണ് ആ സംഖ്യ. 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 6 ആണ്. അപ്പം ഇതിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും വരുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തും 6 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരമെന്ന്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2024 ചോദ്യപേപ്പറാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രിക്കുകൾ പഠിച്ചു. ആ ട്രിക്കുകൾ വ്യക്തമായിട്ട് ഓർക്കുക. നമ്മുടെ മുമ്പിലുള്ള സമയത്തെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. ഉള്ള സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടിത്തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരൊറ്റ കമൻറ്റ് കൂടി ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.